ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അനീഷ്. അനീഷിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, അനീഷിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു കുറച്ച് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വെച്ചിട്ട്. ഞങ്ങളുടെ 2 പേരുടെ കയ്യിലും തെറ്റുകൾ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഡിവോഴ്സ് ആയതെന്ന് പറയുന്നുണ്ട്. ഭാര്യയുടെ കയ്യിലുണ്ട്, ഭർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭാര്യയുടെ ആ ഡിവോഴ്സ് പെറ്റീഷൻ ഇങ്ങനെ യൂട്യൂബിൽ കിടന്ന് കറങ്ങി തിരിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ കല്യാണം കഴിഞ്ഞത് 2019 ഫെബ്രുവരി 19 ഇവരുടെ കല്യാണം കഴിഞ്ഞത്. അവിടെ നിന്ന് കുറച്ച് കാലം മാത്രമാണ് അനീഷിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഏറ്റവും അധികം പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്നത്, അനീഷിൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ ഒരു പോലീസുകാരൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ആ പെറ്റീഷനിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഷിൻ്റെ അമ്മയും അച്ഛനും അതുപോലെ അനിയനും ശാരീരികമായും മാനസികമായും ഒരുപാട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് അവർ പറയുന്നത്, ഈ കുട്ടിയെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ നിരന്തരമായി ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭംഗിയില്ലാത്തൊരു കുട്ടീനെ അനീഷ് കണ്ട് നോക്കിയിട്ടല്ലേ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെ മനസ്സിനെ ഇണങ്ങിയ, ഭംഗി കൊണ്ടല്ല, മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിനെ ആയിരിക്കുമല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പിന്നെ അതിനെ ചൊല്ലി എന്തിനായിരിക്കും എന്നെനിക്കറിയില്ല. ഇങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പെറ്റീഷനിൽ പറയുന്നത്. ഭംഗിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിക്കുന്നു, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു. അങ്ങനെ ഇവർ 4 പേരുടെ പേരിലും പെറ്റീഷനുണ്ട്. അച്ഛൻ, അമ്മ, അനിയൻ, അനീഷ് 4 പേരുടെ പേരിലും ഈ എഴുതിയിട്ടുണ്ട്. കേസ് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഫയലിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞിരിക്കുന്നതാണ് 2 പേരേക്കും തെറ്റുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നടന്നതെന്ന് അറിയില്ല. പക്ഷേ നാട്ടുകാരെല്ലാവരും ഒന്നടക്കം അനീഷിൻ്റെ ഫാമിലിയെ നല്ലതാണ് പറയുന്നത്. കാരണം അനീഷ് അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഈ പെൺകുട്ടിയുടെ കയ്യിലാണ് തെറ്റെന്നുള്ള ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഭാര്യ എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടിയുടെ കയ്യിലാണ് ഒരുപാട് തെറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത്. അനീഷിൻ്റെ കുടുംബവും ആ നാട്ടിൽ വളരെ ഡീസൻറ്റ് ഫാമിലിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇവർ കൃഷിക്കാരാണ്, പാരമ്പര്യമായിട്ട് ഒരു കൃഷിക്കാരാണ്. അതുകൊണ്ട് കൃഷി ചെയ്ത സാധനങ്ങളാണ് കൂടുതലും ഇവർ യൂസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് അധികം സാധനങ്ങൾ ഇവർ ക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഒരു പോലീസുകാരൻ്റെ മകളാണ്. ഈ കുട്ടി ഒരു പട്ടണത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മെയിൻ പ്രോബ്ലം. പക്ഷേ അത് ആ പെറ്റീഷനിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ കുട്ടിക്ക് നാട്ടുകാർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഈ കർഷക കുടുംബത്തിൽ ചെന്നപ്പോൾ ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ ലൈഫുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഈ കുട്ടിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് ആവുമ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ വക്കീലുമാർ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ് ഡിവോഴ്സ് പറ്റിയത്, ഓരോ അപാകതകളും ന്യൂനതകളും നമ്മൾ ഭർത്താക്കന്മാരുടെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുമ്പോഴോ ഭർത്താവ് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുമ്പോഴോ ഈ വക്കീലന്മാർ ഓരോ ന്യൂനതകൾ പറഞ്ഞു കൊടുത്ത് അതാണ് വെച്ച് പിടിപ്പിച്ച് എഴുതുന്നത്. ഇതൊന്നും റിയൽ എന്നാണ് എൻ്റെ അഭിപ്രായം. റിയാലിറ്റി ആയിരിക്കില്ല മൊത്തം എല്ലാവരും. ഇപ്പോൾ ഈ ആണ് ചെയ്യുകയാണെങ്കിലും പെണ്ണ് ചെയ്യുകയാണെങ്കിലും റിയാലിറ്റിയിലൊന്നല്ല അവർ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് മോചനം നേടുക, അയാളിൽ നിന്ന് മോചനദ്രവ്യം നേടുക, ഇത് മാത്രമാണ് എല്ലാവരുടെയും ഇത്. അതിന് മാക്സിമം അയാളിൽ എന്തൊക്കെ ചുമത്താൻ പറ്റുമോ അതൊക്കെ ചുമത്തിക്കൊണ്ടിരിക്കുക, ഇതായിരിക്കും. അപ്പോൾ ആ പെൺകുട്ടിനെ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവർ നല്ലൊരു ലൈഫായിരുന്നു അനീഷ് നയിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഇങ്ങനെയാണ് ആ പെൺകുട്ടി ഉന്നയിക്കുന്നത്. ഭംഗിയില്ല എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇവർ വീട്ടുകാരെ ഒന്നടക്കി പെൺകുട്ടിനെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇനി വീട്ടിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ആ പെൺകുട്ടിയുടെ വാദവും കൂടി കേട്ടാലേ നമുക്കറിയത്തുള്ളൂ എന്താണെന്ന്. ആ പെൺകുട്ടി പറയുന്ന രീതികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിപ്പോൾ എന്തായാലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് മാത്രമേ വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അന്വേഷണം വെച്ചിട്ടും ഈ പെറ്റീഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തെറ്റ് ആരുടെ പക്ഷത്താണ് എങ്കിലും അത് നമുക്കറിയില്ല. എങ്കിലും കൂടി 2 പേർക്കും ഒന്ന് പോകാമായിരുന്നു, സ്നേഹിച്ച് പോകാമായിരുന്നു. പക്ഷെ അത് അവിടെ വെച്ച് ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഇയാൾക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ മനുഷ്യന്മാരായിട്ട് ഇടപഴകുന്നു, കുറേ സ്ത്രീജനങ്ങളുമായിട്ട് ഇടപഴകുന്നു. പിന്നെ അനുമോളുമായിട്ട് പ്രത്യേകത വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന അനുമോളാണ്. അപ്പോൾ ഇയാൾ കിടന്നുറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ കാണുന്നത് ഈ അനുമോളുടെ ഫേസും അനുമോളുടെ ക്യൂട്ട്നെസ്സും അനുമോളുടെ തല്ലുകൂടലും അനുമോളുടെ ചിരികളും കളികളും കരച്ചിലും ഇതൊക്കെയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ അനുമോൾ ഇയാളെ നന്നായി മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അനുമോളുടെ ഒരുപാട് തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുമോൾ ഇയാൾക്ക് ലവ് ചിഹ്നം കാണിക്കുന്നു, കിസ് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്ന പോലെ കാണിക്കുന്നു. ഇയാളെ കാണുമ്പോൾ ചേട്ടാ എന്ന് പറയുന്നു, നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഇയാളെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഇയാളുടെ ഈ വരണ്ട മരുഭൂമിയിൽ മഴയായി പെയ്തുകൊണ്ടിരിക്കുക അനുമോൾ. അപ്പോൾ ഇയാൾക്കൊരു സ്നേഹം വന്നു പോകും. അതൊരു
അതൊരു മനുഷ്യനാണ്, അതുകൊണ്ട് സ്നേഹം വന്നു പോകും. പക്ഷെ അനുമോള് ശ്രദ്ധിക്കേണ്ട കാര്യം, അനുമോള് ഒരു ചെറിയ പെൺകുട്ടിയല്ല, അത്യാവശ്യം ഏജ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അത്യാവശ്യം ലോകം കണ്ട പെൺകുട്ടിയാണ്. ഒരു നാട്ടുമ്പുറത്തുകാരിയാണ് അനുമോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നു എന്നേ ഉള്ളൂ. ആ കുട്ടി ഫീൽഡിൽ 18 വയസ്സ് തൊട്ട് ഫീൽഡിൽ വന്ന് ഇപ്പോൾ 30 ചില വയസ്സായി. അത്രയും വയസ്സ് വരെ ഈ കുട്ടി ഫീൽഡിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരു പുരുഷനെ എങ്ങനെയാണ് ആ പുരുഷൻ്റെ മനസ്സ് മറിയാമെന്നും ആ കുട്ടിക്ക് തന്നെ അത്യാവശ്യം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുരുഷന്മാരിൽ നിന്നിട്ടും സ്ത്രീകളിൽ നിന്നിട്ടൊക്കെ, ലവും അതും ഇതൊക്കെ. അപ്പോൾ ഈ കുട്ടിക്ക് അറിയാം ഒരു പുരുഷനെ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പുരുഷൻ അത്യാവശ്യം ഇങ്ങനെ വരണ്ട മരുഭൂമി മഴ പെയ്യ്ക്കാൻ കഴിയും എന്നൊക്കെ അറിയാം. അയാളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നു, അയാളുടെ അടുത്ത് കരയുന്നു, വിഷമങ്ങൾ പറയുന്നു, പ്രേമം പങ്കുവയ്ക്കുന്നു, പ്രേമം പോലെ അഭിനയിക്കുന്നു. ഇതൊക്കെ ചെയ്താൽ ഒരു മനുഷ്യന് സാധാരണയായി കയറിപ്പോവും എന്ന് ഈ ആർക്കും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ അനുമോൾക്കറിയാം. കാരണം എന്നിട്ടും അനുമോൾ എന്തിനാണ് അത്രയും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇത്രയും ഉത്തേജിപ്പിച്ച് കഴിഞ്ഞ് അവസാനമായി കലമുടയ്ക്കുന്നൊരവസ്ഥയായി പോയി. ഇപ്പം അയാൾ വളരെയധികം ഡെസ്പിലാണ്. സത്യത്തിൽ അയാൾക്കിപ്പോൾ ഫിനാലെ എന്ന് കടന്നു എന്ന സന്തോഷത്തിനും അപ്പുറം അയാളുടെ മനസ്സിന് ഭയങ്കര ദുഃഖത്തിലാണ് അയാൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ ആരും ചെയ്യാതിരിക്കുക ഒരാളുടെ അടുത്ത്. അയാളുടെ ലൈഫ് ആകെ അമ്പെ പരാജയം നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇത്രത്തോളം, അതും ഏജ് കൊണ്ടൊക്കെ അത്യാവശ്യം അവർ ഒരേപോലെ സെയിം ആണ്. പക്ഷേ അനീഷ് കരുതേണ്ട ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടി അത്യാവശ്യം നല്ല ഫെയിം ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടീനെ അനീഷ് ഒരു കർഷക കുടുംബത്തിൽ ഫെയിം അല്ല, ഇവർക്ക് ഫെയിം ഇല്ല. ഇപ്പം അനീഷ് വന്നൊരു കുട്ടിയാണ് ഫെയിം വന്നത്, ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ആ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ട്രാജഡി ലൈഫ് തന്നെ വീണ്ടും വരും എന്ന് അനീഷ് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ സ്നേഹം വന്നുപോയി, എന്ത് ചെയ്യാം. അങ്ങനെ രണ്ട് കൂട്ടരേക്കും ഇവിടെയും തെറ്റുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അനുമോള് ഒന്ന് പിടിക്കേണ്ടതായിരുന്നു. ഇതിൽ 60% തെറ്റ് അനുമോളുടെ കയ്യിലും 40% തെറ്റ് അനീഷിൻ്റെ കയ്യിലുമാണ് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു.